ചെറുവട്ടൂരിൽ ടർഫ് കോർട്ടും ഓപ്പൺ ജിംനേഷ്യവും നാടിന് സമർപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അങ്കണത്തിൽ ആധുനിക ടർഫ് കോർട്ടും ഓപ്പൺ ജിംനേഷ്യവും നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ആധുനിക ടർഫ് കോർട്ടും ഓപ്പൺ ജിംനേഷ്യവും നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P.A.M. ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് സമൂഹത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ലഹരി നമ്മുടെ കൗമാരത്തെയും യുവത്വത്തെയും കാർന്നു തിന്നുകയാണെന്നും അവരെ രക്ഷിക്കാനുള്ള വഴികളിലൊന്നാണ് കളിക്കളങ്ങളിലേക്ക് അവരെ തിരികെ എത്തിക്കുക എന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താ? കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ലഹരി മരുന്നിന്റെ വ്യാപനമാണ്. ഈ ലഹരി മരുന്നിന്റെ വ്യാപനം നമ്മുടെ കൗമാരത്തെ യുവത്വത്തെ കാർന്നു തിന്നുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ചില വഴികളുണ്ട്. ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അവരെ ഈ രംഗത്തേക്ക്, സ്പോർട്സിലേക്കും അതുപോലെയുള്ള ആരോഗ്യ കാര്യങ്ങളിലേക്ക് ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആ ഓപ്പൺ ജിമ്മിൽ പോയി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നൊരു കുട്ടി, അവിടെ കളിക്കുന്നൊരു കുട്ടി, ഞാൻ വിചാരിക്കുന്നില്ല മയക്കുമരുന്ന് കഴിക്കുമോ? രണ്ട് കാര്യങ്ങളാണ് ടർഫിൽ കളിക്കുമ്പോഴും ഓപ്പൺ ജിമ്മിൽ പോകുമ്പോഴും ഉണ്ടാകുന്നത്. ഒന്ന്, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവും. ആ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും മയക്കുമരുന്നിൻ്റെ പുറകെ പോകില്ല. കുട്ടികളെ വേണ്ടി കെണി ഒരുക്കി വച്ചിരിക്കുകയാണ് ലഹരി മരുന്ന് മാഫിയ. ഇന്ന് കേരളത്തിൽ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും 10 മിനിറ്റിനും, ഏത് വിദൂര ഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അപ്പം അവരുടെ കൈ കിട്ടും. അത്ര വലിയ ലഹരി മരുന്ന് ശൃംഖലയാണ് നമ്മുടെ നാട്ടിലുള്ളത്. വർഷങ്ങളായി ഈ പ്രദേശത്തെ യുവാക്കളുടെയും സ്കൂൾ കുട്ടികളുടെയും ആഗ്രഹമാണ് സബലീകരിച്ചത്. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ വ്യായാമത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ ഒരുങ്ങുകയാണ്. യുവാക്കളിൽ ലഹരി ഉപയോഗം തടയുവാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാനും സാധിക്കുമെന്ന് പ്രസിഡന്റ് P.A.M. ബഷീർ പറഞ്ഞു. നൂറുകണക്കിന് യുവാക്കളും നാട്ടുകാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും ജനപ്രതിനിധികളെയും സ്വീകരിച്ചത്. ആന്റണി ജോൺ M.L.A, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, T.K. കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ, വൃന്ദ മനോജ്, ഷെഹന ഷെരീഫ്, നേതാക്കളായ ഷിബു തെക്കുംപുറം, A.G. ജോർജ്, K.P. ബാബു, M.S. എൽദോസ്, P.P. ഉതുപ്പാൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, A.T. പൗലോസ്, അലി പടിഞ്ഞാറേച്ചാലിൽ, K.M. കുഞ്ഞുബാവ, K.M. ഹാരിസ്, പരീത് കാവാട്ട്, ഷിയാസ് T.P. തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.